സത്യനാഥ് ഒരു ഓഫീസിൽ പ്യൂണായി ജോലി ചെയ്യുകയാണ്. ഒരു ദിവസം ഓഫീസിലിരിക്കെ ആശുപത്രിയിൽ നിന്ന് അമ്മ വിളിച്ച്, നിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വന്നിട്ടുണ്ട്, നീ വേഗം ഹോസ്പിറ്റലിൽ വാ എന്ന് പറയുന്നു. വിവരം ബോസിനെ അറിയിച്ച് ഒന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബോസ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലായതുകൊണ്ട് ലീവ് ചോദിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അടുത്ത കോൾ വരാമെന്ന പ്രതീക്ഷയിൽ സത്യനാഥ് തന്റെ ജോലികളെല്ലാം വേഗത്തിൽ തീർക്കുകയായിരുന്നു. അതിനിടയിലാണ് ബോസ് ഇരിക്കുന്ന മീറ്റിംഗ് റൂമിലേക്ക് ചായ എത്തിക്കാൻ പറഞ്ഞത്. ചായയുമായി മുറിയിലേക്ക് കടന്നതും ഓഫീസിലെ ഫോൺ ബെല്ലടിച്ചു. ഹോസ്പിറ്റലിൽ നിന്നായിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം വേഗം കയ്യിലിരുന്ന ചായ മേശപ്പുറത്ത് വെച്ച് ഫോൺ എടുക്കാൻ വേഗം പോയി. നിനക്കൊരു ആൺകുഞ്ഞ് പിറന്നു എന്ന അമ്മയുടെ സന്തോഷവാർത്ത കേട്ടതും സത്യനാഥിന്റെ കണ്ണു നിറഞ്ഞു. ആൺകുഞ്ഞ് പിറന്ന വിവരം പറയാൻ ബോസിന്റെ അടുത്തു വന്ന സത്യനാഥിനെ ബോസ് മുഖത്തടിച്ചു. ധൃതിയിൽ ചായ വെച്ചപ്പോൾ അത് മറിഞ്ഞ് അവിടെയിരുന്ന വിലപ്പെട്ട ഫയലുകളെല്ലാം നനഞ്ഞുപോയിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യനാഥിനെ അപമാനിച്ചു. ആ തല്ല് സത്യനാഥിന്റെ കരണത്തല്ല, കരളിലാണ് കൊണ്ടത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവാർത്ത കേട്ട നിമിഷം തന്നെ അപമാനിച്ച ബോസിനോട് അദ്ദേഹം പറഞ്ഞു, ഈ ജോലി എനിക്കിനി വേണ്ട. പക്ഷേ ഒന്നുറപ്പിച്ചു പറഞ്ഞോളാം, നിങ്ങളുടെ ഈ കമ്പനിയേക്കാൾ വലിയൊരു സ്ഥാപനത്തിന്റെ ബോസായി എന്റെ മകനെ ഞാൻ വളർത്തും. അന്ന് ഞാനിത് ചോദിക്കാൻ വരും. ആ വാശിയിൽ പടിയിറങ്ങിയ സത്യനാഥ് നേരെ ഹോസ്പിറ്റലിൽ പോയി. മകന് ശിവകുമാർ എന്ന് പേരിട്ടു. 18 വർഷങ്ങൾക്ക് ശേഷം ശിവകുമാർ കോളേജിലേക്ക് പോകുന്ന ദിവസം ശിവകുമാറിനെ ഫോണിൽ വിളിച്ച് സത്യനാഥ് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. മോനെ, നീ പഠിച്ചു മിടുക്കനാകണം, നമുക്ക് ജയിച്ചു കാണിക്കണം. അച്ഛന്റെ ഈ പഴയ ബെറ്റ് കഥ കേട്ട് ശീലിച്ച ശിവകുമാർ പതിവ് പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയച്ഛാ, ക്ലാസ് തുടങ്ങാറായി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു.